മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാത്രം വായിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയും. ആ വിഡ്ഢിത്തരങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പകരം മുഖ്യമന്ത്രി ഇന്ന് ശിവഗിരിയിലെ ആ വേദിയെ സനാതന ധർമ്മികളെ അധിക്ഷേപിക്കാൻ, സനാതന ധർമ്മ വിശ്വാസികളെ അധിക്ഷേപിക്കാൻ, ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല, ആ പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുന്നത് ശിവഗിരിയെ അവഹേളിക്കുന്നതിന്, ശിവഗിരി വിശ്വാസികളെ, ശ്രീനാരായണീയരെ അവഹേളിക്കുന്നത് തുല്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ ശ്രമങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്താ ഒരു ജാതി? അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് തന്നെയാണ് ശരി. ഞാൻ പറയുന്നത് ആ ജാതി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരു ജാതിയല്ല, ഇന്ന് നമ്മൾ കരുതുന്ന പോലത്തെ ഒരു മതവുമല്ല. കാരണം സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല. സനാതന ധർമ്മം എന്ന് പറയുന്നത് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള നിരവധി ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അതിൻ്റെയെല്ലാം ഭാഗമാണ്. അതിനുശേഷമാണ് ഇന്ന് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. 3000 കൊല്ലം മുമ്പ് ഈ ജാതിയും ഈ മതവുമല്ല. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് മനുഷ്യൻ തമ്മിൽ ഭേദമില്ല എന്ന് പറയുമ്പോൾ അത് വേദാന്തമാണ്. അത് മുഖ്യമന്ത്രി പഠിക്കണം, മനസ്സിലാക്കണം. മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാത്രം വായിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയും. ആ വിഡ്ഢിത്തരങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ അവസാനം വന്നല്ലേ, ഞാൻ ആദ്യം പറഞ്ഞു ഒന്ന് കേട്ടു നോക്കിയത്. ഞാൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സച്ചിദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞത് ഹിന്ദുമതത്തിലെ ചില ക്ഷേത്രങ്ങളിൽ കയറുന്നതിൽ ഇപ്പോഴും ചില ആചാരങ്ങൾ നിലനിൽക്കുന്നു. സ്വത്ത് ഊരാതെ കയറാൻ പാടില്ല. അതിലൊരു മാറ്റം ഉണ്ടാവണം, അങ്ങനെ ഒരു കാലാനുസൃതമായ മാറ്റം ഉണ്ടാവണമെന്ന്. എങ്ങനെയാണ് BJPയുടെ അത്തരത്തിൽ നിലപാട്? അതായത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ചില ശാസ്ത്രീയമായിട്ടുള്ളൊരു സംവിധാനമാണ് ക്ഷേത്രം അന്ധവിശ്വാസമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയേണ്ടതാണ്, പൊളിച്ച് കപ്പ നടേണ്ടതാണ് എന്ന് പറയുന്ന ആളുകളുടെ വ്യാഖ്യാനമല്ല. ക്ഷേത്രത്തിനൊരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്. ആ ശാസ്ത്രീയ അടിസ്ഥാനം അറിയുന്ന ആളുകൾ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. സച്ചിദാനന്ദ സ്വാമി അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. ഞാൻ അത് പഠിച്ചിട്ടുള്ള ഒരാളല്ല. അതേസമയത്ത് എനിക്കൊരു പൊതുധാരണയുണ്ട് അതിനെ സംബന്ധിച്ച്.